എന്ന കാര്യത്തിൽ പാർട്ടി തലത്തിൽ തീരുമാനമായിട്ടുണ്ടോ? ഇപ്പോൾ പ്രതിപക്ഷത്ത് കഴിഞ്ഞ കുറെ നാളുകൾ ഇരുന്നിട്ടുണ്ടെങ്കിലും ഇത് ഒരു വമ്പൻ വിക്ടറിയാണ്. ആ നിലയ്ക്കുള്ള ശരി, നിങ്ങൾ 6 മാസം അധ്വാനിച്ചു, ഏറ്റവും അടിത്തട്ടിൽ കൃത്യമായ സംഘടനാ സംവിധാനം വിനിയോഗിച്ചു. ഇത്രയും വലിയൊരു വിക്ടറി വിചാരിച്ചിരുന്നോ? കേരളത്തിലെ ആദ്യത്തെ BJP മേയർ. ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. കാരണം 45 കൊല്ലം ഭരിച്ച് LDF ഇവിടെ ഒന്നും ചെയ്തില്ല. ഞങ്ങളുടെ ഒരു വികസിത തിരുവനന്തപുരത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് ജനങ്ങൾ സ്വീകരിച്ചു. ഞാൻ പേഴ്സണലായിട്ട് എത്രയോ ക്യാമ്പയിൻ ചെയ്ത ആളാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നത്. ഈ നമ്പർ 50 ആവോ 51 ആവോ 65 ആവോ 40, അത് അങ്ങനെ ഒരു കണക്ക് ഞാൻ പഠിക്കുന്ന ആളല്ല. പക്ഷേ ഇത് ഞങ്ങൾ പിടിക്കും, ഞങ്ങൾക്കൊരു അവസരം തരുന്നു, ഞങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, അത് ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അല്ല, ഇന്നലെ തന്നെ ലഡു ഒക്കെ ഓർഡർ ചെയ്ത് വെച്ചല്ലോ. അപ്പം മേയർ ആരാവണം എന്നുള്ള കാര്യത്തിൽ ഒരു ആലോചനയൊക്കെ നടത്തി കാണുമല്ലോ. മാത്രമല്ല, നേരത്തെ അവിടെ മധുരം കൊടുത്തപ്പോൾ VV രാജേഷിനും ശ്രീലേഖയ്ക്കും 2 പേർക്കും മധുരം കൊടുത്തു. ഈ 2-ൽ ഒരാൾ തന്നെയാണോ? അത് ഉറപ്പിക്കാമോ? ആര് എന്ന തീരുമാനമായിട്ടല്ലോ? അത് ഞങ്ങളുടെ പാർട്ടിയിൽ അത് ഞങ്ങളുടെ പാർട്ടിയിലൊരു ഇതെല്ലാം നല്ലൊരു സെറ്റ് രീതിയാണ്. ഞങ്ങൾ ഇരിക്കും, സംസ്ഥാന ലീഡർഷിപ്പ് ഇരിക്കും, പിന്നെ ജില്ലാ ലീഡർഷിപ്പ് ഇരുന്ന് തീരുമാനിക്കും. അതിൽ ആർക്കൊരു സ്പെക്കുലേഷൻ ഒരു ആവശ്യമില്ല. അത് 2-3 ദിവസത്തിൽ തീരുമാനിച്ച് ഞങ്ങൾ പറയും. ഓക്കെ. അപ്പോൾ എന്തായാലും അഭിനന്ദനങ്ങൾ ശ്രീ രാജീവ് ചന്ദ്രശേഖർ. ആദ്യത്തെ ഇന്നിംഗ്സിൽ തന്നെ സെഞ്ചുറി അടിക്കാൻ പറ്റിയതിൽ തിരുവനന്തപുരം കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിന്റെ തലസ്ഥാന നഗരം BJP ഭരിക്കുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ് BJPയുടെ വളർച്ചയിൽ. ഓക്കെ, വലിയ ആത്മവിശ്വാസത്തോടു കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുന്ന ഒരു പാർട്ടിയായി BJP മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.